തിന്നണം തിന്നണം മുച്ച് പി പി പോയിട്ട് വരട്ടാ കരയോ അക്കുമ്മ കരയോ നീ കരയരുത് അങ്ങനല്ല കളി. ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഉച്ച തിരിഞ്ഞൊരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ കൊറിയർ ഓഫീസിൽ പോയിട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയ കൊറിയർ കേട്ടോ. അപ്പോൾ അതേ പാത്തോട്ടി സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മാമച്ചിയാണ് മിക്കവാറും ദിവസങ്ങളൊക്കെ കൊണ്ടുവരിക. ചില ദിവസങ്ങളിൽ അവളുടെ വാപ്പായും എൻ്റെ വാപ്പായും ഞാനും പോയി കൊണ്ടുവരാറുണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇരിക്കും കേട്ടോ. വന്ന് കയറിയ പാടെ ആകെ ബഹളത്തിലാണ്. നല്ല ശീലം കൊള്ളാം. ഇത് എന്നുമുള്ളൊരു പതിവാണ് കേട്ടോ. അവളുടെ ഇഷ്ടത്തിനുള്ള ബേക്കറിയിലൊക്കെ കൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടേ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം വാങ്ങിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. നമുക്ക് എന്തായാലും വന്ന കൊറിയർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ നല്ല പാക്കിംഗ് ഒക്കെ ആണെങ്കിലും പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആകെ 2-3 ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഫുള്ള് പുഴു തിന്നിട്ട് ആകെ വഷളായ നിലയിലൊക്കെ ആയിരുന്നു. എന്തായാലും നട്ട് നോക്കാം, പൊടിച്ചു വരണമെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ പൂവിടുന്ന ടൈം ആയതുകൊണ്ട് ഒത്തിരി പൂക്കളുടെ വിശേഷങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ കാണാറുണ്ട്. ഒത്തിരി സെയിലിംഗ് വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ചെടികളൊക്കെയാണ്. പക്ഷെ നല്ല നിരാശയുണ്ട് ഇങ്ങനെ ആയിപ്പോയതിൽ. കുറച്ച് ചെടിപ്രാന്തൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇനിയും കുറച്ച് ചെടികളൂടെ വരാനുണ്ട്. ഇതിങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചെടികൾ എങ്ങനെ ആയിരിക്കും എന്തോ അറിയാൻ വയ്യ. പിന്നെ നോമ്പ് തുറക്കലൊക്കെ എന്നത്തെയും പോലെ പതിവ് പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു വീഡിയോസൊന്നും ഒരു ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടി എടുത്തില്ല കേട്ടോ. നോമ്പ് തുടങ്ങിയിട്ട് എന്നും നമ്മുടെ ബിരിയാണി കഞ്ഞി പള്ളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഉമ്മ ചോറും വെക്കും. ഇന്ന് അങ്ങനെ ചോറ് വെച്ചില്ല കേട്ടോ. നമുക്ക് മരിച്ചീനി പുഴുങ്ങിയതും മുളക് ഉടച്ചതും ഒക്കെയാണ് സ്പെഷ്യലായിട്ട്. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ. അക്കുമാർക്കെന്തൊരു കുഞ്ചിപ്പൊടി ചമ്മന്തിയും ഓടത്തില്ലല്ലോ.